സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മംഗലം കളിയും ചലച്ചിത്രതാരം ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടും കൂടിയാണ് 62ാമത് സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞത്. കലോത്സവം കുട്ടികളുടെ മത്സരമെന്നും രക്ഷിതാക്കളുടെ അല്ലെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൗഢോജ്വലമായിട്ടാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞത്. കുട്ടികളുടെ മത്സരമാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കൾ കലോത്സവത്തിൽ മത്സരിക്കരുതെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ. രക്ഷാകർത്താക്കള് അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല. അടുത്ത വർഷം മുതൽ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. നമ്മുടെ കുറെ നാളുകളായി നടക്കുന്ന ഈ കലോത്സവം പഴയ മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിന്റെ മാറി വന്ന സാഹചര്യങ്ങളെല്ലാം അടുത്ത വർഷം മുതൽ മാനുവൽ ഒന്ന് പരിഷ്കരിക്കണം എന്നുള്ള ആലോചന ഉണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പല കലകളും ഈ മത്സര ഇനങ്ങളിൽ പെടുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മന്ത്രിമാരായ കെ രാജൻ, കെ ബി ഗണേഷ് കുമാർ, കെ എം ബാലഗോപാൽ, ചിഞ്ചുറാണി, ചലച്ചിത്ര താരങ്ങളായ നിഖില വിമൽ, ആശാ ശരത്, എം പിമാർ, MLA മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഖിൽ പാലോട്ടുമഠം, ജനം, കൊല്ലം.